അമ്മയുടെ മക്കൾ ഇങ്ങ് അടുത്തേക്ക് വാ. ഇന്നമ്മ ഒരു നല്ല കഥ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. കോട്ടയം ജില്ലയിലെ കുടമാളൂരിലെ മുട്ടത്ത പാടത്ത് ഒരു വലിയ കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ മകളായിട്ട് ഒരു കുഞ്ഞു വിശുദ്ധ ജനിച്ചു. നീയല്ല, വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധയുടെ അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പാമ്പ് അവളുടെ ശരീരത്തിൽ ചുറ്റിയത് കണ്ട് ഭയപ്പെട്ടതിനാൽ മാസം തികയാതെ 8ാം മാസത്തിൽ അൽഫോൻസാമ ജനിച്ചു. ജനിച്ച് 8 ദിവസങ്ങൾക്ക് ശേഷം അൽഫോൻസാമയെ മാമോദിസ മുക്കുകയും അന്നക്കുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ മാതാവ് മരിച്ചതിനാൽ അന്നക്കുട്ടിയുടെ ബാല്യകാലം അവളുടെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടിയായിരുന്നു. അങ്ങനെ കുടമാളൂർ പള്ളിയിൽ അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അവൾ സ്കൂൾ പഠനത്തിലേക്ക് പ്രവേശിച്ചു. അന്നക്കുട്ടിയെ കാണാൻ അതിസുന്ദരിയായിരുന്നു. സൗന്ദര്യവും ഐശ്വര്യവും ഒത്തുചേർന്ന അന്നക്കുട്ടിയെ തങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പല കുടുംബങ്ങളും ആഗ്രഹിച്ചു. എന്നാൽ അന്നക്കുട്ടിക്ക് വിവാഹ ജീവിതം ഇഷ്ടമില്ലായിരുന്നു. അന്നക്കുട്ടിയുടെ സൗന്ദര്യമാണ് ഈശോയുടെ മണവാട്ടിയാകാൻ തടസ്സമെന്ന് മനസ്സിലാക്കിയ അവൾ ഒരിക്കൽ അവളുടെ പാദം പൊള്ളിക്കുകയുണ്ടായി. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം മഠത്തിൽ ചേർന്നു. മഠത്തിൽ വച്ചുണ്ടായ രോഗബാധകളും സഹനങ്ങളും അവൾ ദൈവത്തെ പ്രതി സഹിക്കുകയും ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെക്കുകയും ചെയ്തു. 1936 ആഗസ്റ്റ് 12 അൽഫോൻസാമ നിത്യവ്രത വാഗ്ദാനം നടത്തി. എങ്കിലും രോഗപീഠകൾ തുടരുക തന്നെ ചെയ്തു. 1946 ജൂലൈ 28 വിശുദ്ധയായ ആ കന്യക ഈ ലോകവാസം വെടിഞ്ഞു. 1986 ഫെബ്രുവരി 8 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഉയർത്തി. 2007 ജൂൺ 1 ബെനഡിക്റ്റ് 16 പാപ്പ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇനിയും ഇങ്ങനത്തെ കഥകൾ ഒത്തിരി പറഞ്ഞു തരാം കേട്ടോ.